ശ്ലോകം 10. കുട്ടികൾ പഴം കൊടുക്കുന്നതിൻ്റെ ഒപ്പം പറഞ്ഞു, ഹതോ ഹതോ ധേനുക. ധേനുകൻ കൊല്ലപ്പെട്ടു. ഹതാ 2 തവണ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് 2 തവണ ഉറക്കെ വിളിച്ച് പറയുകയാണ്. ഹതോ ഹതോ ധേനുക ഇത് ഉപേത്യ എന്ന് പറഞ്ഞ് എത്തിയിട്ട് ഫലാന്യദഭി, ഫലങ്ങൾ വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു, അവരാൽ തിന്നപ്പെട്ടു. എങ്ങനെയുള്ള ഫലങ്ങൾ? മധുരാണി ഫലാനി, തേനുപോലെ മധുരമുള്ളതായ പഴങ്ങൾ, ലോകൈഹി എല്ലാ ജനങ്ങളാലും ഒരു വ്യത്യാസമില്ലാതെ എല്ലാ ഗോപന്മാരാലും അത് ഭക്ഷിച്ച് അവർ തെരുവുകളിൽ കൂടി നടന്ന് ജയേതി ജീവേതി ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട്, ഭഗവാൻ ജയിക്കട്ടെ, സർവോത്കർഷേണ ജയിക്കട്ടെ, ജീവേതി വളരെ കാലം ജീവിക്കട്ടെ, ആയുഷ്മാനായിരിക്കട്ടെ, ഇതി നുതഹ എന്ന് സ്തുതിക്കപ്പെട്ടു. ഹേ വിഭോ, ആരെയാണ് സ്തുതിക്കുന്നത്? സർവവ്യാപിയായ ഭഗവാനെ, സർവശക്തനായ ഭഗവാനെ, സർവജ്ഞനായ ഭഗവാനെയാണ് സ്തുതിക്കുന്നത്. വിഭോ ഹേ മരുത്പുരാധീശ്വര. ഇതിൽ മാത്രം 2 തവണ പറഞ്ഞിരിക്കുന്നു. ആദ്യം മരുത്പുരാധീശ, ഇവിടെ മരുത്പുരാധീശ്വര എന്ന് പറഞ്ഞിട്ടുണ്ട്. മരുത്പുര അധീശ്വര. സ്ഥൂലാർത്ഥം മരുത്ത് വായുദേവൻ, വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരം ഗുരുവായൂർ, അതിൻ്റെ അധീശ്വരൻ ഗുരുവായൂരപ്പൻ. സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം മരുത്ത് നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, ആ പ്രാണൻ്റെ പുരം നമ്മുടെ ശരീരം, ശരീരത്തിൻ്റെ അധീശ്വരൻ ആത്മാവ് ഗുരുവായൂരപ്പൻ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവാണ്. പാഹി രോഗാൽ എന്നെ രക്ഷിക്കൂ. അപ്പോൾ ആരാ രക്ഷിക്കേണ്ടത്? ഈ ആത്മാവ് തന്നെയാണ് രക്ഷിക്കേണ്ടത്. ഈ ആത്മാവിനെ രക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. ആണ് ആത്മാവ് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകരുത്. ആത്മാവാണ് നമുക്ക് ചൈതന്യം നൽകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് നന്മയെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യൂ. ചികീർഷു ലോകസംഗ്രഹം. ജനങ്ങളുടെ നന്മയെ ലാക്കാക്കി നാം ഇവിടെ ജീവിക്കണം. എല്ലാ കർമ്മങ്ങളും അങ്ങനെ ഇരിക്കണം. 2 സ്ഥലത്താണ് ഭഗവാൻ ഗീതയെ പറഞ്ഞിരിക്കുന്നത്. ലോകസംഗ്രഹമേ ഭാവി, ലോകത്തിന് ജനങ്ങളുടെ നന്മയെ നോക്കിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കൂ. അർജുനോടങ്ങനെ 2 സ്ഥലത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കൂ. ജയേതി ജീവേതി നുതോ വിഭോ. അങ്ങനെ ഭഗവാൻ സ്തുതിക്കപ്പെട്ടു, അവരാൽ സ്തുതിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങും എന്നെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. രോഗം മാറിയാലേ എനിക്ക് ഏതൊരു കർമ്മമാണോ ഞാൻ തുടങ്ങിയത് ആ കർമ്മം മുഴുവനാക്കാൻ സാധിക്കും. അതിനുള്ളതായ ശക്തി അങ്ങ് പ്രദാനം ചെയ്യണം. അപ്പോൾ ആരാണ് ഈ ധേനുകൻ? ധേനുകൻ്റെ പൂർവ്വജന്മം അത് ഗർഗഭാവത്തിലാണ് കിട്ടുന്നത്. ഗർഗഭാവത്തിൽ വൃന്ദാവന ഖണ്ഡം എന്ന് പറഞ്ഞ് അവിടെ ഖണ്ഡങ്ങളാണ്, സ്കന്ധമല്ല, ഖണ്ഡം. വൃന്ദാവന ഖണ്ഡത്തിലാണ് പറയുന്നത്. മഹാബലിയുടെ പുത്രൻ സാഹസികൻ എന്ന് പേരായിട്ട് ഒരാൾ. അസുരന്മാർക്കൊക്കെ ഉള്ളൊരു ദോഷമാണ് അനേകം ഭാര്യമാരുണ്ടാവുക എന്നുള്ളത്. പിന്നെ 1000കണക്കിന് ഭാര്യമാർ. ആ സ്ത്രീകളുടെ കൂടെ ഗന്ധമാദന പർവ്വതത്തിൽ ഒരു നദിയിൽ ക്രീഡിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ധ്യാനനിരതനായിട്ട് ദുർവാസ മഹർഷി ഇരിക്കണം. അവിടെയാണ് ഇവരുടെ ലഹള. അപ്പം ധ്യാനഭംഗം വന്നു. മഹർഷി ശപിക്കുകയാണ്. നീ എന്നെ കണ്ട ആരെ പോലെയുണ്ട്? കഴുതയെ പോലെയുണ്ട്. നീ കഴുത തന്നെ ആയിപ്പോ. അതാണ് കഴുത പോലെ ഇരിക്കുന്നവനെ നീ കഴുതയായിപ്പോ.
ഉടനെ കാൽക്കൽ വീണു, ശാപമോക്ഷം ചോദിച്ചു. 4 ലക്ഷം വർഷം നീ ഇങ്ങനെ ഇരിക്കണം. 4 ലക്ഷം വർഷം ഈ ഭാരതം മുഴുവൻ അങ്ങനെ നീ കഴുതയായിട്ട് സഞ്ചരിക്കെ. താലവനത്തിൽ വെച്ച് ബലരാമൻ്റെ കൈകൊണ്ട് നിനക്ക് മോക്ഷം സിദ്ധിക്കും. അതുകൊണ്ട് കൂടിയാണ് ബലരാമനെ കൊണ്ട് കൊല്ലിച്ചത്. മഹർഷി കൊടുത്തിരിക്കുന്നത് ബലരാമൻ തന്നെ വധിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബലരാമനെ കൊണ്ട് കൊല്ലിച്ചു. അപ്പോൾ 2 കാരണമാണ് ബലരാമനെ കൊണ്ട് കൊല്ലിക്കാൻ. ഒന്ന്, മഹർഷിയുടെ പ്രതിജ്ഞ സത്യമാക്കണം. 2, ഞാൻ ധേനുക്കളെ ധേനുക്കളെ പാലിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ധേനുകനെ വധിക്കും? 2 കാരണം കൊണ്ട് ബലരാമനെ കൊണ്ട് കൊല്ലിക്കും. അതാണ്. ചില ആചാര്യന്മാർ പറയും, പ്രഹ്ലാദന് ഒടുവിലൊരു വരം കൊടുത്തിട്ടുണ്ട്, നിൻ്റെ വംശത്തിലുള്ളവരെ ഞാൻ കൊല്ലുകയില്ല എന്ന്. അതുകൊണ്ടും കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള വാദങ്ങൾ വേറെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ വയ്യ. അതും കൂടി പറയാറുണ്ട്. പക്ഷെ നമുക്ക് ആദ്യത്തെ 2 എടുത്താൽ മതി. അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, മഹാത്മാക്കൾ അവരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഇവിടെ ഈ സാഹസികൻ, മഹാബലിയുടെ പുത്രനായ സാഹസികൻ ദുർവാസ മഹർഷിയെ നിന്ദിച്ചു. ആ നിന്ദ മൂലം വളരെക്കാലം ഈ വിധത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ആരെയും നിന്ദിക്കാൻ പാടില്ല. എന്തിന് മഹാത്മാക്കൾ? ആരെയും നിന്ദിക്കാൻ പാടില്ല. ആരെയെങ്കിലും നമ്മൾ നിന്ദിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഈ ജന്മത്തിലാവില്ല, അടുത്ത ജന്മത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുഃഖം എനിക്ക് വന്നത് പറയാൻ സാധിക്കില്ല. അതാണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തുവോ അതിനനുസരിച്ചല്ലേ നമുക്ക് ഈ ജന്മം കിട്ടിയിരിക്കണേ. കഴിഞ്ഞ ജന്മത്തിലെ പുണ്യമാണ് നമ്മുടെ ഇവിടെ സുഖമായിട്ടും, കഴിഞ്ഞ ജന്മത്തിലെ പാപമാണ് ഇവിടെ ദുഃഖമായിട്ടും വരുന്നത്. എന്താണ് കാരണം നമുക്കറിയില്ല. ഓർമ്മ വേണം. കഴിഞ്ഞ ജന്മത്തിലെയാണ്. അതിൻ്റെ പ്രമാണം ഭഗവാൻ ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം. അർജുന, ഏത് കർമ്മത്തിനും 3 ഫലം: അനിഷ്ടം, ഇഷ്ടം, മിശ്രം. അനിഷ്ടം ഇഷ്ടമല്ലാത്തത് ദുഃഖം, ഇഷ്ടം ഇഷ്ടമായത് സുഖം, മിശ്രം സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളത്. അതാണ്. ചില കർമ്മത്തിൽ നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കുറച്ച് സുഖം വരും, കുറച്ച് ഇതാ വരും. പുണ്യവും പാവവും രണ്ടും ഒരേ കർമ്മത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും. ഭവത്യത്യാഗിനാം പ്രേത്യ. അർജുന, ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം മരിച്ചിട്ട് അടുത്ത ജന്മത്തിലാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെയാണ്. അത് മാറ്റാൻ പറ്റില്ല. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത ജന്മം നന്നാക്കൂ. ഈ വിധത്തിലുള്ള അസുരന്മാരെ പോലെ ആകാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആരെയും ദ്രോഹിക്കാതെ കണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം നമ്മുടെ ജന്മം ധന്യമായിത്തീരും, സഫലമായിത്തീരും. അതിന് സർവീശ്വരൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു. നമസ്കാരം.